പ്രീതം ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചെറുനാരങ്ങ അച്ചാറാണ്. അതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. 1.5 കിലോ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണമാക്കി. വലിയ ചെറുനാരങ്ങ ആണെങ്കിൽ ഒരു 10-14 കഷ്ണം വരും. ചെറുതാണെങ്കിൽ 5-6 കഷ്ണങ്ങൾ അതും വരും. ചെറിയ ചെറിയ കഷ്ണമാണ്. ആ നടുവിൽ ഒരു വെള്ള കളർ പോലത്തെയും എടുത്ത് കളയണം. ആ എടുത്ത് കളയുമ്പോൾ അതിലെ കുരുവെല്ലാം ഒറ്റ ഉണ്ടാവില്ല, ഒന്നുമില്ലാണ്ട് ആവും. ഇത് 200 ഉപ്പാണ് ഇടുന്നത്. 200 ഗ്രാം ഉപ്പ്. അത് അതിന് കറക്റ്റായിട്ടുണ്ടാവും. 200 ഗ്രാം ഉപ്പിട്ട് ഇത് നല്ല 1 മാസത്തേക്ക് ഇങ്ങനെ തന്നെ എടുത്ത് വെക്കണം. 1 മാസം ഇല്ലെങ്കിൽ ഒരു 2 ആഴ്ചയെങ്കിലും ഇതുപോലെ ഒരു കുപ്പിയിൽ ഇങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷമാണ് ഈ നാരങ്ങ അച്ചാറാക്കിയാൽ നന്നാവുക. 1 മാസം 2 മാസം അല്ലെ 3 മാസം വെച്ചിട്ട് ആക്കിയാലും ആ നാരങ്ങ പൂ പിടിക്കുകയോ കേടുവരുമോ ഒന്നും ചെയ്യില്ല, നന്നായിട്ടുണ്ടാവും. നല്ല തേന് പോലെ ഉണ്ടാവും. അതിൻ്റെ ഇതെല്ലാം ഊറിയിട്ട് നന്നായിട്ടുണ്ടാവും. തോലെല്ലാം കടിച്ചു തിന്നാൽ തോലെല്ലാം നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് 150 വെളുത്തുള്ളി, 1.5 സ്പൂണ് ഉലുവ, 1 കഷ്ണം പെരുങ്കായം, 2 സ്പൂണ് കടുക്, 3-4 അല്ലി കറിവേപ്പില, പച്ചമുളക്. നല്ല ഊറിയിട്ട് അടിയിൽ നല്ല തേന് പോലെയാവും. അത് നല്ല പൊതിർന്നിട്ട് അങ്ങനെ ആയിട്ടാണ് ആക്കുന്നത് നന്നായിട്ടുണ്ടാവുക. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, നല്ലെണ്ണയാണ് വേണ്ടുന്നത്. ഈ പെരുങ്കായം ഒന്ന് ചൂടാക്കിയെടുക്കാം. നല്ല ചൂടായിട്ട് പെരുങ്കായം കട്ടി പെരുങ്കായമാണ് നന്നായിട്ടുണ്ടാവുക. നല്ല മണമുണ്ടാവും. പൊടീനെക്കാട്ടി നല്ലത് ഉലുവി ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ട് ഉലുവ 1.5 സ്പൂൺ ഇട്ട് ഒന്ന് നല്ല അമ്മിമ്മൽ പൊടിച്ചിട്ട് എടുത്ത് വെക്കാതെ ഇതുപോലെ ഉണ്ടാക്കി കാണിച്ചു നോക്കൂ. നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. ഇത് നല്ല മൂത്ത് വന്നിട്ടാകുമ്പോൾ ഇതെടുക്കുക. ഒരു 200 നല്ലെണ്ണ എത്രയും ഒഴിക്കുന്നോ അത്രയും നന്നായിട്ടുണ്ടാവും ഈ അച്ചാർ. ഞാനിതിപ്പോൾ 1.5 കിലോന് ഒരു 200-250 നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചതിന് ആയാൽ കേടുവേ വരില്ല. ഒരു 2 കൊല്ലം എത്തിയാലും നാരങ്ങ അങ്ങനെ ഉണ്ടാവും. പൂ പിടിക്കുകയോ ഒന്നും ചെയ്യൂല. നല്ല ടേസ്റ്റുമാണ്. ഇനി 2 സ്പൂണ് കടുക് നല്ല പൊരിഞ്ഞ് വന്നതിന് ഇപ്പോൾ വെളുത്തുള്ളി വണ്ണമുള്ളതായതുകൊണ്ട് ഞാൻ കുറച്ച് 4ആയിട്ട് അത് കീറിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ അങ്ങനെ തോല് പൊളിച്ച് മൂങ്ങന്നെ ഇട്ടാൽ മതി. ഇത് വണ്ണമുള്ള വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനത് കഷ്ണിച്ചിട്ടതാണ്. മൂങ്ങന്നെ ഇടുന്നതാണ് നന്നായിട്ടുണ്ടാവുക കാണാൻ ആ അച്ചാറിന്. ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നാൽ മതി. മൂത്ത് വന്നതിനേപ്പ് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി. പച്ചമുളക് കുറച്ച് പഴുത്ത പോലത്തെ പച്ചമുളകായിപ്പോയിന്. ഇഞ്ചി ഒരു 150 ഗ്രാം ഇഞ്ചി എല്ലാം ഇട്ട് ഒന്ന് മുരിഞ്ഞ് വന്നിട്ടാകുമ്പം 4 സ്പൂണ് മുളക് പൊടീൻ്റെ പച്ച വാസന പോകണം. മുളക് പൊടി നല്ല മുളക് വറുത്ത് പൊടിക്കുന്നതാണ് നന്നായിട്ടുണ്ടാവുക. പക്ഷേ ഞാൻ ഇതിൽ മുളക് പൊടിയാണ് ഇടുന്നത്. വറുത്ത് പൊടിച്ച് മുളക് പൊടി ഇട്ടാൽ നല്ല ഇനിയും നന്നായിട്ടുണ്ടാവും അച്ചാർ. 4 സ്പൂണ് മുളക് പൊടി ഇട്ട് ആ മുളക് പൊടീൻ്റെ പച്ച വാസന പോയ പാടന്നെ സ്റ്റൗ ഓഫാക്കണം. കളറ് മാറാൻ പാടില്ല മുളക് പൊടീൻ്റെ. ഇനി സ്റ്റൗ ഓഫാക്കാം. സ്റ്റൗ ഓഫാക്കിയിട്ട് നമുക്ക് നാരങ്ങ ഇടാം. നാരങ്ങ ഇട്ടിട്ട് വേഗമൊന്നും വേണ്ട, അങ്ങനെ എന്നെ എടുത്ത് വെച്ചാൽ മതി. ഉപ്പിൽ എന്നെ നല്ല അത് വെന്ത മാതിരിയാവും, നല്ല ഊറിയിട്ട്. 2 മാസമെല്ലാം ആയിട്ട് എടുത്തുണ്ടാക്കുന്നതാണ് നന്നായിട്ടുണ്ടാവുക. ഇതിപ്പോൾ 1 മാസം ഇട്ടിട്ട് 1 മാസമേ അതിനുള്ളൂ. ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ നിങ്ങളും. നല്ല ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ അപ്പുറവും ബിരിയാണീൻ്റെ അപ്പുറവും എടുക്കുക. തൈര് ചോറിൻ്റെ അപ്പുറമെല്ലാം പിന്നെ ഇതേ മതി, വേറെയൊന്നും വേണ്ട. ഇത് ഉണ്ടാക്കുമ്പം തന്നെ ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയലല്ല, അതിൻ്റെ മണം കേട്ടാൽ തന്നെ ഒരു കിണ്ണം ചോറ് ഉണ്ണാം. ഇനി ഇതാ പൊടിച്ച് വെച്ച ഉലുവയും
പെരുങ്കായും അതിലിട്ടിട്ട് ഒന്നിളക്കി നല്ല ഇപ്പം തന്നെ അതെടുക്കുക. നല്ലൊരു ബാട്ടിൽ ഇത് നല്ല കഴുകി ഉണക്കി വെള്ളേ തൊടാൻ പാടില്ല, വെള്ളം ഉണ്ടാകാനേ പാടില്ല നാരങ്ങ നല്ല കഴുകി തോർത്തിയിട്ട് വേണം മുറിച്ച് ഉപ്പിലിട്ട്